ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ക്യാച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ ബാജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ബാജി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ ഈ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ 2-3 വിസിൽ വെച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി മാഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറേശ്ശെ കഷ്ണം കിടക്കുന്ന രീതിയിലായിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഒരു വറ്റൽമുളക്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുക് ചടപടാന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്നരിപ്പ് ചേർക്കാം. ഒരു ഉണക്കമുളക് ചേർക്കാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർക്കുന്നു. പച്ചമുളക്, പിന്നെ കറിവേപ്പില. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ചേർന്ന് വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനിയാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. നന്നായി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ തിള വരുന്ന കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത്തിരി കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകാവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാജി റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.